ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ലിവർ കംപ്ലീറ്റ് ബ്ലഡാണ്. കഴുകി വൃത്തിയാക്കി എടുത്തു. ശേഷം അരിയാൻ തുടങ്ങി. ഏത് സൈസിനാണ് അരിയുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെൻറ്റർ പിടിച്ച് രണ്ടാക്കി എന്നിട്ട് ചെറിയ സൈസാക്കി എടുക്കാം. ഈ സൈസിൽ വേവുമോ എന്ന സംശയം തോന്നാം. അതൊക്കെ വേവും, ആരും പേടിക്കണ്ട. ചെറിയ തീയിൽ 3/4 മണിക്കൂറാണ് വേവിക്കുന്നത്. 1/2 കിലോ ലിവറായത്. ചെറിയ തീയിൽ കിടന്ന് ഈ സൈസൊക്കെ നല്ല പോലെ വെന്തോളും. സൈസ് കണ്ടോ? ഇനി ഇതിനെ നല്ല വൃത്തിയായി കഴുകണം. നല്ല പോലെ ബ്ലഡ് പോകണം. ഒരു 4 വട്ടമൊക്കെ കഴുകണം. അപ്പോൾ അതിലെ ബ്ലഡൊക്കെ പോയി നല്ല നീറ്റായി കിട്ടും. ലിവർ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇഞ്ചി ചതയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടികല്ലിൽ ചതച്ചെടുക്കണം. ഇടികല്ലിൽ ചതയ്ക്കുന്നതാണല്ലോ നമ്മുടെ രീതി. എല്ലാ വീഡിയോയിലും അങ്ങനെയാണല്ലോ നമ്മൾ ചതച്ചെടുക്കുന്നത്. ഇതിൽ സവാള ചേർക്കണ്ട, കൊച്ചുള്ളി മതി. ഇത്രയും കൊച്ചുള്ളിയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. കൊച്ചുള്ളി ചതയ്ക്കുകയും വേണ്ട. ചട്ടി വെച്ചു, എണ്ണ ചൂടാക്കി ഉലുവയിട്ട്. ഉലുവ നല്ല പോലെ ചൂടാകട്ടെ. ഉലുവ നല്ല പോലെ ചൂടായി ഉലുവയുടെ മണം എണ്ണയിലേക്ക് ഇറങ്ങണം. ചെറിയ തീയിലിട്ട് ഉലുവ ചൂടായി കഴിഞ്ഞപ്പോൾ കരിയേപ്പില ഇട്ടു. കരിയേപ്പിലയുടെ കൂടെ തന്നെ നമുക്ക് ഉള്ളിയും ഇടാം. കരിയേപ്പിലയും ഉള്ളിയും ചെറിയ തീയിൽ നല്ല പോലെ എണ്ണയിൽ മൂക്കണം. എണ്ണയിൽ അത് മൂത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ലിവർ ഇടുന്നത്. ലിവറും എണ്ണയിൽ കുറച്ച് നേരം വേവട്ടെ. നല്ല പോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം അതിൽ നിന്നും വരും. ചെറിയ തീയിലിട്ട് ഉപ്പും ഇട്ട് വേവിക്കണം. ആ ലിവറിൻ്റെ കളറൊക്കെ മാറി കാണുന്നില്ലേ? അതിനുശേഷം 1.5 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിക്കണം. മൂടി വെച്ച് നമുക്കതിനെ ചെറിയ തീയിൽ വേവിക്കണം. മഞ്ഞപ്പൊടിയും അതിൻ്റെ ഒപ്പം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരുവിധം ഒന്ന് വെന്ത് കഴിയുമ്പോൾ മൂടി മാറ്റി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ഇവ കൂടി അതിലേക്ക് ചേർക്കണം. എന്നിട്ട് നല്ല പോലെ സ്പൂണ് കൊണ്ട് ഇളക്കി യോജിപ്പിക്കണം. പിന്നെയും ചെറു തീയിൽ അടച്ചു വെച്ച് വേവിച്ച് വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടില്ലേ എന്താ ഭംഗി? ഇതിനെ നമുക്ക് ലിവർ പിരട്ടെന്നോ ലിവർ വരട്ടിയതെന്നോ എന്ത് വേണോ വിളിക്കാം. ലിവർ റോസ്റ്റെന്നോ ഏതായാലും നല്ല രുചിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.